ഹായ് എവരി വൺ, വെൽക്കം ടു അക്കാഡമിക് യൂട്യൂബ് ചാനൽ. എൻ്റെ പേര് അരുൺ കുമാർ. നമ്മളിന്ന് നോക്കാൻ പോകുന്നത് RRB ഗ്രൂപ്പ് ഡി എക്സാമിന് ഏജസിൽ നിന്ന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദി ഏജസ് ഓഫ് ടു പേഴ്സൺസ് ഡിഫർ ബൈ 30 ഇയേഴ്സ്. ഇഫ് 5 ഇയേഴ്സ് എഗോ ദ elder one was 3 times as old as the younger one, then the present age of the younger person is. നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് യങ്ങർ ആയിട്ടുള്ള ആളിൻ്റെ ഏജ് ആണ്. അപ്പം നമുക്ക് എന്താണ് ഫസ്റ്റ് തന്നിട്ടുള്ളത്? രണ്ടുപേരുടെയും ഏജിൻ്റെ ഡിഫറൻസ് നമുക്ക് 30 ഇയേഴ്സ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പം നമുക്കത് എടുത്ത് എഴുതാം. രണ്ടുപേരുടെയും ഏജിൻ്റെ ഡിഫറൻസ് ഞാൻ എന്താണ് എഴുതാൻ പോകുന്നത്? P1 മൈനസ് P2 എന്നാണ് എഴുതാൻ പോകുന്നത്. ഫസ്റ്റത്തെ ആള് P1 രണ്ടാമത്തെ ആള് P2. എത്രയാണ് വരുന്നത്? 30 പിന്നെന്താണ് പറഞ്ഞുള്ളത്? ഈഫ് 5 ഇയേഴ്സ് എഗോ, അതായത് 5 വർഷങ്ങൾക്ക് മുന്നേ, ദ എൽഡർ വൺ വാസ്, മൂത്ത ആളെന്താണ്? യങ്ങറിന്റെ 3 ടൈംസ് ആന്ന് പറഞ്ഞ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താവും? P1 5 വർഷങ്ങൾക്ക് മുന്നേ എന്താവും? ഇപ്പൊ എൻ്റെ വയസ്സ് ഇപ്പോൾ ഒരു 30 വയസ്സാണെങ്കിൽ 5 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ 30-ൽ നിന്ന് 5 മൈനസ് ചെയ്യണമല്ലോ. അപ്പോൾ ഇവിടെ P1 മൈനസ് 5 എന്ന് പറഞ്ഞു വരും. അതേപോലെ തന്നെ P2 മൈനസ് 5 എന്ന് പറഞ്ഞു വരും. ഇനി നമുക്ക് തന്നിട്ടുള്ള കണ്ടീഷൻ എടുത്ത് എഴുതാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ എൽഡർ വൺ വാസ്. അപ്പോൾ നമുക്ക് എൽഡർ ആരാന്ന് ഫിക്സ് ചെയ്യണം. നമുക്ക് P1 എൽഡർ ആയിട്ട് എടുക്കാം. അപ്പോൾ എൽഡർ വൺ എന്താണ്? 3 ടൈംസ് ഓഫ് യങ്ങർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. P2 മൈനസ് 5. അപ്പോൾ P1 മൈനസ് 5 ഇവിടെ എന്താണ്? 3 ഉള്ളിലേക്ക് വരും. 3P2 മൈനസ് 15. അപ്പം നമുക്കിവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്, ഇവിടെ ഒരു ഇക്വേഷൻ ഉണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് കണ്ടുപിടിക്കേണ്ടത്? പ്രസന്റ് ഏജ് ഓഫ് യങ്ങർ പേഴ്സൺ, അതായത് P2ന്റെ വാല്യൂ അല്ല കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? P1ന്റെ വാല്യൂ P2ന്റെ ടൈംസിലേക്ക് മാറ്റാലോ. അപ്പോൾ ഫസ്റ്റത്തെ ഇക്വേഷനിൽ നിന്ന് P1ന്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എത്രയാണ്? 30 മൈനസ് P2 അങ്ങോട്ട് പോകുമ്പോൾ എന്താവും? പ്ലസ് P2 ആവുമല്ലോ. അപ്പോൾ നമുക്ക് P1ന്റെ വാല്യൂ രണ്ടാമത്തേൽ കൊടുക്കാം. 30 പ്ലസ് P2 മൈനസ് 5 ഈക്വൽ ടു 3P2 മൈനസ് 15. അപ്പോൾ 30-ൽ നിന്ന് 5 വരുന്നത് എത്രയാണ്? 25 അല്ലേ? P2 പ്ലസ് 25, 3P2 മൈനസ് 15. മൈനസ് 15 ഇങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ എന്താവും? പ്ലസ് 15 ആവുമല്ലോ. 25 പ്ലസ് 15. ഇവിടെ 3P2, ഇവിടുത്തെ P2 അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് P2 ആവുമല്ലോ. 25 പ്ലസ് 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40 അല്ലേ വരുന്നത്? 40. 3P2 മൈനസ് P2 എന്ന് പറയുമ്പോൾ 2P2. അപ്പോൾ 2P2ന്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 14. അപ്പോൾ P2ന്റെ വാല്യൂ എത്ര വരിക? 14ന്റെ ഹാഫ് എത്രയാണ്? 20 അല്ലേ? അപ്പോൾ നമുക്ക് P2ന്റെ വാല്യൂ കിട്ടി. P2 എന്ന് പറയുമ്പോൾ ആരാണ്? യങ്ങർ പേഴ്സൺ. എത്രയാണ് ഏജ് വരുന്നത്? 20. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? രാം ഈസ് 55 ഇയേഴ്സ് ഓൾഡ് ആൻഡ് സോം ഈസ് 25 ഇയേഴ്സ് ഓൾഡ്. അപ്പോൾ നമുക്കിവിടെ ഡയറക്റ്റ് രണ്ടുപേരുടെ ഏജ് തന്നിട്ടുണ്ട്, രാമിൻ്റെയും സോമിൻ്റെയും. അപ്പോൾ നമുക്കത് എടുത്ത് എഴുതാലോ. രാമിനെ 6 എന്ന് പറഞ്ഞെടുക്കാം. അതെത്രയാണ്? 55 ഇയേഴ്സ് ആണ് വരുന്നത്. അതേപോലെ തന്നെ സോമിനെ നമുക്ക് S എന്ന് പറഞ്ഞെടുക്കാം. അതെത്രയാണ് വരുന്നത്? 25 ഇയേഴ്സ് ആണ് വരുന്നത്. നമ്മുടെ അടുത്ത് ചോദിച്ചിട്ടുള്ള എന്താണ്? ഹൗ മെനി ഇയേഴ്സ് എഗോ വാസ് രാം
3 ടൈംസ് ആസ് ഓൾഡ് ആസ് സോം. അതായത് എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ് രാമ് 3 ടൈംസ് സോമുമായിട്ട് വരുന്നത്. അപ്പൊ നമുക്കിതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്കറിയില്ല എത്ര വർഷങ്ങൾക്ക് മുന്നെയാണ്. അപ്പൊ നമുക്ക് വർഷത്തിനെ എക്സ് ആയിട്ട് എടുക്കാം. അപ്പോൾ എക്സ് ഇയേഴ്സ് എഗോ എന്ന് പറഞ്ഞെടുക്കാം. അന്നേരം ഇക്വേഷൻ എങ്ങനെയാണ് വരിക? ആറിന്റെ വാല്യൂ എത്രയാണ്? 55 മൈനസ് എക്സ് വരുമല്ലോ. 3 ടൈംസ് അല്ല പറഞ്ഞിട്ടുള്ളത്. 3 ഇൻറ്റു 25 മൈനസ് എക്സ്. അപ്പോൾ ഇവിടെ നിന്ന് 55 മൈനസ് എക്സ് അതേപോലെ തന്നെ എഴുതും. ഇവിടെ 3 ഇൻറ്റു 25 എന്ന് പറയുമ്പോൾ എത്രയാണ്? 75 അല്ലേ? 75 മൈനസ് 3x വരും. അപ്പോൾ നമുക്ക് ഇങ്ങനെ കിട്ടി. ഇനി നമുക്ക് സുഖമായിട്ട് ആൻസർ കണ്ടുപിടിക്കാം. എന്താണ്? എക്സിൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയാൽ മതിയല്ലോ. അതിനെക്കാട്ടും നല്ല നമുക്ക് ഇവിടെ തന്നിട്ടുള്ള ഓപ്ഷനുകളൊക്കെ ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നോക്കിയാൽ മതി. അപ്പോൾ നമുക്കത് ചെയ്യാം. ഫസ്റ്റത്തെ 7 അല്ലേ? 55 മൈനസ് 7 എന്ന് പറയുമ്പോൾ എത്രയാണ് വരുന്നത്? 15 7 പോയിട്ടുണ്ടെങ്കിൽ എത്രയാണ്? 43. 43 പ്ലസ് 5 എന്ന് പറയുമ്പോൾ 48 വരും ഇവിടെ. പിന്നെ അപ്പുറയാണെങ്കിലോ 3 ഇൻറ്റു 7 എന്ന് പറയുമ്പോൾ എത്രയാണ്? 21. അപ്പോൾ 75 മൈനസ് 21 എന്ന് പറയുമ്പോൾ എത്രയാണ്? 4 5 54 ആണ് വരുന്നത്. അപ്പോൾ രണ്ട് സൈഡും ഈക്വൽ അല്ല. അപ്പോൾ ഒന്നാമത്തെ ഓപ്ഷൻ കറക്റ്റ് അല്ല. ഇനി നമുക്ക് രണ്ടാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. 55 മൈനസ് എത്രയാണ്? 15 അല്ലേ വരുന്നത്? 55 മൈനസ് 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 40. ഇനി നമുക്ക് ഇപ്പുറത്തെ സൈഡ് നോക്കാം. എത്രയാണ് വരുന്നത്? 75 മൈനസ് 3x. എക്സിൻ്റെ വാല്യൂ ഇവിടെ 15 ആണ്. 3 ഇൻറ്റു 15 എന്ന് പറയുമ്പോൾ എത്രയാണ്? 45. അപ്പോൾ 75 മൈനസ് 45 എന്ന് പറയുമ്പോൾ 0 30. അപ്പോൾ ഇവിടെ ഈക്വൽ അല്ല വരുന്നത്. അപ്പോൾ രണ്ടാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ല. ഇനി നമുക്ക് മൂന്നാമത്തെ ഓപ്ഷൻ നോക്കി നോക്കാം. 55 മൈനസ് 5 എത്രയാണ്? 50. പിന്നെ റൈറ്റ് സൈഡിൽ എന്താണ് വരുന്നത്? 75 മൈനസ് 3x. എക്സിൻ്റെ വാല്യൂ എന്ന് പറയുമ്പോൾ 5. 3 ഇൻറ്റു 5 എന്ന് പറയുമ്പോൾ 15. അപ്പോൾ 75 മൈനസ് 15 0 6. ഇവിടെ രണ്ട് സൈഡും ഈക്വൽ അല്ല. അപ്പോൾ മൂന്നാമത്തെ ഓപ്ഷനും കറക്റ്റ് അല്ല. അപ്പോൾ നമുക്ക് കറക്റ്റ് ഓപ്ഷൻ വരുന്നത് ഏതാണ്? നാലാമത്തതായിരിക്കും. ബാക്കി മൂന്നും കറക്റ്റ് അല്ല നമ്മൾ കണ്ടുപിടിച്ചല്ലോ. അപ്പോൾ നമുക്ക് നാലാമത്തെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. എത്രയാണ് വരുന്നത്? 55 മൈനസ് 10 അല്ല വരുന്നത്. അപ്പോൾ 45 വരും. ഇപ്പുറ സൈഡാണെങ്കിലോ 75 മൈനസ് 3x. ഇവിടെ 3 ഇൻറ്റു 10 എന്ന് പറയുമ്പോൾ 30. അപ്പോൾ 75 മൈനസ് 30 എന്ന് പറയുമ്പോൾ 45 അല്ലേ? ഇപ്പോൾ രണ്ട് സൈഡും ഈക്വൽ ആണ്. അപ്പോൾ നമ്മുടെ കറക്റ്റ് ആൻസർ എന്ന് പറയുമ്പോൾ നാലാമത്തെ ഓപ്ഷനാണ്. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? എ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ബി. അങ്ങനെ പറഞ്ഞപ്പോൾ എന്താണ്? എ എന്ന് പറയുമ്പോൾ ബിൻ്റെ 2 ഇരട്ടിയാണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ബി ഈസ് 1/3 ആസ് ഓൾഡ് ആസ് സി. അതായത് ബി എന്ന് പറയുമ്പോൾ സിൻ്റെ 1/3 ആണ്. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ദ സം ഓഫ് ഏജസ് ഓഫ് എ ബി ആൻഡ് സി ഈസ് 42. എന്റെ ബിന്റെ സിന്റെ സം എത്രയാണ്? 42 ആണ്. എ പ്ലസ് ബി പ്ലസ് സി എന്ന് പറയുമ്പോൾ 42. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? ഫൈൻഡ് ദി സം ഓഫ് ഏജസ് ഓഫ് എ ആൻഡ് ബി. എൻ്റെയും ബിൻ്റെ സമ്മാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഇതെങ്ങനെ സോൾവ് ചെയ്യാം? നമുക്ക് എ എന്ന് പറയുമ്പോൾ 2b എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമുക്കിവിടെ കൊടുത്തു നോക്കാം. 2b പ്ലസ് ബി പ്ലസ് സി ഈസ് ഈക്വൽ ടു 42. 2b പ്ലസ് ബി എന്ന് പറയുമ്പോൾ 3b അല്ലേ? പ്ലസ് സി ഈസ് ഈക്വൽ ടു 42.
പിന്നെന്താണ് അടുത്തത് പറഞ്ഞിട്ടുള്ളത്? ബി ഈസിക്കൽ ടു 1/3 എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് നമുക്ക് ഇവിടെ കൊടുക്കാം. അപ്പോൾ 3 ഇൻറ്റു ബീൻ്റെ വാല്യൂ 1/3 ആണ്. പ്ലസ് സി സിക്കൽ ടു 42. ഇവിടുത്തെ 3 ഇവിടുത്തെ 3 ക്യാൻസൽ ആയിപ്പോയി. സി പ്ലസ് സി എന്ന് പറയുമ്പോൾ 2c ആയില്ലേ? 2cൻ്റെ വാല്യൂ എത്രയാണ്? 42. അപ്പോൾ സിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 42ൻ്റെ ഹാഫ്. 42ൻ്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 21 അല്ലേ? അപ്പോൾ സിൻ്റെ വാല്യൂ 21 കിട്ടി. അപ്പോൾ സിൻ്റെ വാല്യൂ 21 കിട്ടിയാൽ നമുക്ക് ബീൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? ബീൻ്റെ വാല്യൂ എത്രയാണ് വരുന്നത്? 1/3 ഇൻറ്റു സി അല്ലേ? സിൻ്റെ വാല്യൂ 21. അപ്പോൾ എത്രയാണ് വരിക? 7 അല്ലേ വരിക? അപ്പോൾ ബീൻ്റെ വാല്യൂ 7 കിട്ടി. ഇനി നമുക്ക് എയുടെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എയുടെ വാല്യൂ എന്ന് പറയുമ്പോൾ 2b ആണ്. അപ്പം ബീൻ്റെ വാല്യൂ 7. 7 ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 14. അപ്പോൾ എയുടെ ബീൻ്റെ വാല്യൂ കിട്ടി. ഇനി നമുക്കിത് രണ്ടും ആഡ് ചെയ്താൽ മതി. എത്രയാണ് വരുന്നത്? എ പ്ലസ് ബി എന്ന് പറയുമ്പം 14 പ്ലസ് 7 21 അല്ലേ? 21 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? മൂന്നാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കത് ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, ഞാനതിന് റിപ്ലൈ തരുന്നതായിരിക്കും. ഇനി നമുക്ക് നാലാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. നാലാമത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറഞ്ഞിട്ടുള്ളത്? 14 years ago, the age of a father was 3 times the age of his son. Now the father is twice as old as his son. What is the sum of the present ages of father and son? നമുക്കിവിടെ കണ്ടുപിടിക്കേണ്ടത് ഫാദറിൻ്റെ സണ്ണിൻ്റെ പ്രസൻറ്റ് ഏജിൻ്റെ സമ്മാണ്. അപ്പം നമുക്കിത് സോൾവ് ചെയ്യാം. ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള എന്താണ്? 14 years ago, 14 വർഷങ്ങൾക്ക് മുന്നേ. എന്താണ് കണ്ടീഷൻ പറഞ്ഞിട്ടുള്ളത്? ദ ഏജ് ഓഫ് എ ഫാദർ വാസ് 3 times ദി ഏജ് ഓഫ് ഹിസ് സൺ. ഫാദറിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ സണ്ണിൻ്റെ എത്ര ഇരട്ടിയാണ്? 3 ഇരട്ടിയാണ്. എത്ര വർഷം മുന്നേ? 14 വർഷം മുന്നേ. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാലോ. അപ്പം നമുക്ക് ഫാദറിനെ എഫ് എന്ന് പറഞ്ഞെടുക്കാം. അപ്പോൾ അത് 14 വർഷം മുന്നേ എന്താവും? എഫ് മൈനസ് 14 ആവും. പിന്നെ സണ്ണിനെ നമുക്ക് എന്തായി? എസ് എന്ന് പറഞ്ഞെടുക്കാം. അത് 14 വർഷം മുന്നേ എസ് മൈനസ് 14 ആവുമല്ലോ. അപ്പം നമുക്ക് അവർ തമ്മിലുള്ള റിലേഷൻ എടുത്ത് എഴുതാം. ഫാദറിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ 3 times ആണ്. 3 ഇൻറ്റു എസ് മൈനസ് 14 വരുമല്ലോ. അപ്പോൾ നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. എഫ് മൈനസ് 14 ഈസ് ഈക്വൽ ടു 3s മൈനസ് 14 ഇൻറ്റു 3 അല്ലേ? 42 വരില്ലേ? 42. അടുത്തത് എന്താണ് പറഞ്ഞിട്ടുള്ളത്? നൗ ദി ഫാദർ ഈസ് ട്വൈസ് ആസ് ഓൾഡ് ആസ് ഹീസ് സൺ. അതായത് പ്രസൻറ്റിൽ എന്താണ് വരുന്നത്? 2 times ആന്ന് പറഞ്ഞിട്ട് തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതെടുത്ത് എഴുതാം. എഫ് ഈസ് ഈക്വൽ ടു 2s. അപ്പോൾ നമുക്ക് 2 ഇക്വേഷൻ ഉണ്ടല്ലോ. ഇത് വെച്ച് നമുക്ക് ആൻസർ ചെയ്തൂടെ? ആരുടെ ഏജാണ് കണ്ടുപിടിക്കേണ്ടത്? 2 പേരുടെ ഏജിൻ്റെ സമ്മാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് എങ്ങനെ വേണം കൊടുക്കാം? ഞാൻ എഫിൻ്റെ വാല്യൂ 2s എന്ന് പറഞ്ഞു കൊടുക്കുക. 2s മൈനസ് എത്രയാണ്? 14. 3s മൈനസ് 42. 2s അങ്ങോട്ട് പോകുമ്പോൾ മൈനസ് 2s ആവും. മൈനസ് 14 പ്ലസ് 42 ആവും ഇങ്ങോട്ട് വരുമ്പോൾ. 3s മൈനസ് 2s. ഇവിടെ എന്ന് പറയുമ്പോൾ എസ് വരും. പിന്നെ 42 മൈനസ് 14 അല്ലേ? എത്രയാണ് വരുന്നത്? 12 4 പോയിട്ടുണ്ടെങ്കിൽ 8, 3 1 പോയിട്ടുണ്ട് 2, 28. അപ്പോൾ എസിൻ്റെ വാല്യൂ, അതായത് സണ്ണിൻ്റെ ഏജ് എത്രയാണ്? 28 എന്ന് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം നമുക്ക് ഫാദറിൻ്റെ ഏജ് കണ്ടുപിടിച്ചോട്ടെ. ഫാദറിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ എന്താണ്? സണ്ണിൻ്റെ 2 ഇരട്ടിയാണല്ലോ. അപ്പോൾ 28ൻ്റെ 2 ഇരട്ടി എടുത്തിട്ട് എത്രയാണ് വരിക? 56 അല്ലേ വരുന്നത്?
അപ്പോൾ ഫാദറിൻ്റെ ഏജ് 56. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് സമ്മാണല്ലോ. അപ്പോൾ 56 + 28. 84 ആണ് വരുന്നത് സമ്മ്. 84 എന്ന് പറയുമ്പോൾ ഏതാണ് ഓപ്ഷൻ? 4ാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് ലാസ്റ്റത്തെ ക്വസ്റ്റ്യനിലേക്ക് പോയി നോക്കാം. ഇന്ന് നമ്മൾ 5 ക്വസ്റ്റ്യൻസേ നോക്കുന്നുള്ളൂ. ലാസ്റ്റത്തെ ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്? ദി ഏജ് ഓഫ് എ ഫാദർ 6 years ago വാസ് 6 times ദി ഏജ് ഓഫ് ഹീസ് ഡോട്ടർ. 3 years hence the father will be thrice as old as his daughter. What is the present age of the daughter? നമുക്കിവിടെ എന്താണ് കണ്ടുപിടിക്കേണ്ടത്? ഡോക്ടറിൻ്റെ പ്രസൻറ്റ് ഏജ് ആണ്. അപ്പോൾ നമുക്കിത് സോൾവ് ചെയ്യാം. എന്താണ് ഫസ്റ്റ് പറഞ്ഞുള്ളത്? ദി ഏജ് ഓഫ് എ ഫാദർ 6 years ago, അതായത് 6 വർഷങ്ങൾക്ക് മുന്നേ ഫാദറിൻ്റെ ഏജ് എന്തായി? അപ്പോൾ നമുക്ക് F-6 എന്ന് പറഞ്ഞെടുക്കാലോ. 6 times ദ ഏജ് ഓഫ് ഹിസ് ഡോക്ടർ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ഇവിടെ 6 കൊടുക്കാം. അത് കഴിഞ്ഞിട്ട് ഡോക്ടറിനെ D എന്ന് പറഞ്ഞ് സൂചിപ്പിക്കാം. 6 വർഷങ്ങൾക്ക് മുന്നേ എന്ന് പറയുമ്പോൾ ഒരു -6 ഉണ്ടാവുമല്ലോ. ഇനി നമുക്കിത് സിംപ്ലിഫൈ ചെയ്യാം. F-6 = 6D - 36. പിന്നെന്താണ് പറഞ്ഞിട്ടുള്ളത്? 3 years hence എന്ന് പറയുമ്പോൾ എന്താണ്? 3 വർഷം കഴിഞ്ഞിട്ട്. അപ്പോൾ നമ്മൾ പ്ലസ് ചെയ്യണം. F+3. അതെന്താണ് പറഞ്ഞിട്ടുള്ളത്? thrice as old as his doctor. 3 times എന്നാണല്ലോ പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ D+3 അല്ലേ. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ F+3 = 3D + 9. അപ്പോൾ നമുക്കിവിടെ 2 റിലേഷൻ കിട്ടിയിട്ടുണ്ടല്ലോ. നമുക്ക് ഇത് വെച്ച് ആൻസർ ചെയ്യാം. എന്താണ് പറഞ്ഞിട്ടുള്ളത്? പ്രസൻറ്റ് ഏജ് ഓഫ് ഡോക്ടർ ആണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഡീൻ്റെ വാല്യൂ ആണല്ലോ കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ നമുക്ക് ഒന്നാമത്തേന്ന് എഫിൻ്റെ വാല്യൂ കണ്ടുപിടിച്ചൂടെ? എഫിൻ്റെ വാല്യൂ എത്രയാണ് വരിക? F = 6D - 36 + 6 വരും. അപ്പോൾ ഇത് എഫിൻ്റെ വാല്യൂ എത്രയാണ് വരിക? 6D - 30. അപ്പോൾ നമുക്ക് എഫിൻ്റെ വാല്യൂ രണ്ടാമത്തേൽ കൊടുക്കാം. 6D - 30 + 3 = 3D + 9. -30 + 3 എന്ന് പറയുമ്പോൾ എത്രയാണ് വരിക? -27 അല്ലേ. ഇവിടെ 3D + 9 ഉണ്ട്. പിന്നെന്താണ് അടുത്ത് ചെയ്യേണ്ടത്? 6D ഇവിടെ ഉണ്ട്, ഇവിടെ 3D ഉണ്ട്. അപ്പോൾ 3D നമുക്ക് അങ്ങോട്ട് കൊണ്ടുപോയിക്കൂടെ? അപ്പോൾ എന്താ വരിക? 6D - 3D വരും. അപ്പോൾ 3D തന്നെ കിട്ടും. പിന്നെ ഇവിടെ ഒരു 9 ഉണ്ട്. പിന്നെ ഇവിടെ -27 ഉണ്ട്. അതങ്ങോട്ട് പോകുമ്പോൾ +27 ആവുമല്ലോ. 27 + 9 എത്രയാണ് വരിക? 6. 36 അല്ലേ വരിക. അപ്പോൾ 3D = 36. അപ്പോൾ ഡീൻ്റെ വാല്യൂ എത്രയാണ് വരിക? 12 അല്ലേ. അപ്പോൾ ഡോക്ടറിൻ്റെ ഏജ് എന്ന് പറയുമ്പോൾ 12 years. ഏതാണ് ഓപ്ഷൻ? രണ്ടാമത്തെ ഓപ്ഷനാണ് ഈ ക്വസ്റ്റ്യൻ്റെ കറക്റ്റ് ആൻസർ. ഈ ക്വസ്റ്റ്യൻ എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്ന് ഇത്ര ക്വസ്റ്റ്യൻസാണ് നോക്കുന്നുള്ളൂ. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് മാക്സിമം ഷെയർ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് ദ വീഡിയോ.